പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളേവരുടെയും വോട്ട് ലാപ്ടോപ്പ് ചിഹ്നത്തിൽ 6-ാമത്തെ ചിഹ്നമാണ്. 6-ാമത്തെ ചിഹ്നത്തിനെ 1-ാമതാക്കി കൊണ്ടുവരുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളിവിടെ കൊറോണ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് 500 ആൾക്ക് ടി വി മൊബൈലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡെയിലി പറയുന്നു എന്ന് പറയുമ്പോൾ വികസന പ്രവർത്തനം നടത്തി കുടുംബമെല്ലാം വിറ്റ് ഇപ്പോൾ 18 ലക്ഷം രൂപ കടമുണ്ട്. 18 ലക്ഷം കടം എന്ന് പറയുമ്പോൾ 790 സ്ക്വയർ ഫീറ്റ് വീടും 790 സ്ക്വയർ ഫീറ്റ് വീടും അതിന് 3.5 സെൻറ്റ് സ്ഥലവും, അത് 18 ലക്ഷം കടം. ഇതിൽ നമ്മൾ ഈ നോമിനേഷൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അത് മനോരമയോ മാതൃഭൂമിയോ എഴുതുന്നില്ല. കാരണം ഒരു ദിവസം പോലും ഒരു വരി പോലും എഴുതില്ല അവർ. ഇതൊരു പ്രതിഷേധമാണ്. ഇതിനു മുമ്പൊക്കെ നമ്മൾ പ്രതിഷേധ പരിപാടിയൊക്കെ വയ്ക്കുമ്പോൾ 4 പ്രാവശ്യം വിളിച്ച് പറഞ്ഞാൽ പ്രശ്നമെല്ലാമായിട്ട് മനോരമ മാതൃഭൂമി കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഒന്നും ഈ പത്രക്കാരും തിരിഞ്ഞു നോക്കില്ല. നേരത്തെ ടി വിയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. കെ കരുണാകരൻ്റെ DIC എന്ന പാർട്ടിയിൽ അന്ന് ഒറ്റയ്ക്കാണ് നിന്നത്. കയ്യിൽ 46 വോട്ട്. പിന്നെ കെ പ്രേമൻ 416, ശങ്കരനാണ് 434, 18 വോട്ട്. BJPക്ക് 9 വോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് 70 വോട്ട് 2005 തോൽക്കുകയും അത് 2005 ശേഷം വീണ്ടും മത്സരിച്ചപ്പോൾ ജയിക്കുകയും ചെയ്ത 2005 ജയിക്കുകയും ചെയ്തു. 2000 തോറ്റു. 70 വോട്ടും തോറ്റു. 70,000 രൂപയും 10 വരെ കൊണ്ടത്തിൻ്റെ വാഴക്കോലിയും വിറ്റിട്ടാണ് അന്ന് മത്സരിച്ചത്. പിന്നെ 2005 വെറും 4,900 രൂപയ്ക്ക് വിജയിച്ചു. പശുവും കുട്ടിയും വിറ്റ് യൂണിയൻ ബാങ്കിൽ തീർത്തിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ വേദന അറിയാത്ത പാർട്ടിക്കാരെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ രക്ഷയൊന്നുമില്ല. കാരണം പൈസയുള്ളവർക്ക് മാത്രമേ ഇവിടെ മത്സരിക്കാൻ പറ്റുള്ളൂ എന്നൊരു വിരോധാഭാസമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൈസ ഇല്ലാത്തവർക്ക് മത്സരിക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ എല്ലാവർക്കും തുല്യ പരിഗണനയുണ്ട്. അപ്പോൾ പാർട്ടിയിൽ ചില സമയത്ത് ആവശ്യത്തിന് എടുത്ത് കരിമ്പൻ ചണ്ടി പോലെ വലിച്ചെറിയുന്ന പാർട്ടിക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. അത് നമ്മുടെ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, യഥാർത്ഥ പ്രവർത്തകർക്ക് ഗുണമൊന്നുമില്ല. ഇവരെല്ലാം വിഭിന്നമായി നിൽക്കുന്ന, ഇവരെല്ലാം എതിർത്ത് നിൽക്കുന്ന വോട്ട് എല്ലാം സമാഹരിക്കലാണ് എൻ്റെ ലക്ഷ്യം. അത് എല്ലാവരും ചെയ്ത് നമ്മളെ വിജയിപ്പിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സഖാവ് പ്രേമൻ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഓപ്പൺ വോട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഉള്ളത്. MLA സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന പ്രേമൻ എങ്ങനെ ഓപ്പൺ വോട്ട് ചെയ്യുക? അപ്പോൾ അത്രയ്ക്ക് ഗതികേട് എനിക്ക് വന്നിട്ടില്ല. കാരണം ഗതികേട് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. അവർക്ക് 400 ചില്ലാനും വോട്ട് ജയിച്ചിട്ടും അവർ ഈ ശിവൻ എന്ന അത്തക്കിളി എന്ന ആളും 100 കണക്കിന് ഓപ്പൺ വോട്ട് ചെയ്തിട്ടാണ് പോത്തുണ്ടി ഇതായിരിക്കുന്നത്. അപ്പോൾ പോത്തുണ്ടിയിൽ CCTV ക്യാമറ വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെച്ച് നിയന്ത്രണം ഉദ്യോഗസ്ഥന്മാരെ ഏറ്റെടുക്കണം. ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന തെറ്റായ നടപടിയാണ്. അത് അവസാനിപ്പിച്ച് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കള്ളോട്ട് വീഴാതിരിക്കാൻ പിന്നെ ഇന്നലെ കള്ളോട്ട് വീഴാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇന്നലെ ഈ ശിവൻ എന്ന ആൾ മദ്യം കൊടുത്തിട്ട് മദ്യം പിടിച്ച് 14 ദിവസം റിമാൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഓപ്പൺ വോട്ട് ചെയ്തതാണ്. അത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇവിടെ ഒരു കാര്യം ചെയ്യുന്നില്ല. പൊതുസ്ഥലത്തൊക്കെല്ലാം പോസ്റ്റ് ഇതെല്ലാം ഉണ്ട്. പോത്തുണ്ടി, ഈ മാട്ടായി, ഈ ചാത്തമംഗലം എന്നീ പ്രദേശങ്ങളിൽ CPMകാർ പൊതുസ്ഥലത്ത് ഹോട്ടൽ കെട്ടൽ, പിന്നെ സ്കൂളിൻ്റെ ബൂത്തിൻ്റെ മുന്നിൽ കെട്ടൽ ഇതെല്ലാം ഉണ്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടും അതിനൊരു നടപടി സ്വീകരിക്കാത്തതാണ്. ചെയ്തിട്ടില്ല. ഇന്നെങ്കിലും കണ്ട് അതിന് വേണ്ട നടപടി റിട്ടേണിംഗ് ഓഫീസറും ജില്ലാ കളക്ടറും സ്വീകരിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെവരുടെയും വോട്ട് ലാപ്ടോപ്പ് ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.